ഇവരൊക്കെ വായ തുറക്കുന്നത് പോലും ബാക്കിയുള്ളവരെ കുറ്റം പറയാനും പരദൂഷണം പറയാനും മാത്രമാണ്. ഹൻസിബന്റെ വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രുദ്രാക്ഷമാല കഴുത്തിലിട്ടതുകൊണ്ടോ 24 മണിക്കൂറും ദൈവങ്ങളെ വിളിച്ചതുകൊണ്ടോ നിങ്ങൾ ഒരു നല്ല സ്ത്രീയാവില്ല. വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും പറഞ്ഞത് കേട്ടില്ലേ? 2 മണി വരെ ഹൻസിബയുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന്. എന്നിട്ട് ഹൻസിബയ്ക്ക് തൻ്റെ പോക്കറ്റിൽ നിന്നും താൻ തന്നെ പൈസ എടുത്ത് മദ്യം വാങ്ങിക്കൊടുത്തു എന്ന്. ഇതൊക്കെ ഇവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാൾ മദ്യം കഴിക്കുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. അത് സ്ത്രീ കഴിച്ചാലും പുരുഷൻ കഴിച്ചാലും ഒരു കൺട്രോൾ ചെയ്ത് കഴിക്കണം എന്ന് മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. അത് ഇവിടെ വന്ന് ഇതുപോലെ വിളിച്ചു പറഞ്ഞ് വിളമ്പേണ്ട വല്ല ആവശ്യമുണ്ടോ ഇവർക്ക്? ഇതുപോലെ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് അവളുടെ എന്തൊക്കെ നുണകളാണ് പറയുന്നത്. അവൾക്ക് അവിഹിതമുണ്ട്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ വിളിച്ചു കൊയ്ക്കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ വന്ന് പരദൂഷണം പറയുന്നത്, അൻസിബ ഒരു മുസ്ലിം ആണല്ലോ, അപ്പം മതപരമായിട്ട് അവരെ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മതപരമായിട്ട് ഇവരെ തമ്മിൽ തല്ലിക്കാനും വേണ്ടി മനഃപൂർവ്വമായിരിക്കണം ഇത് ഇപ്പം ഇവിടെ വന്ന് പറയുന്നത്. ഹൻസിബ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവർക്കത് ഹറാമാണല്ലോ. മദ്യം സിഗരറ്റ് എന്ന് പറയുന്നതൊക്കെ അവർക്ക് ഹറാമായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടായിരിക്കണം ഇതുപോലുള്ള ഓരോരോ കഥകൾ ഇങ്ങനെ ഹൻസിബേൻ്റെ തലയിലേക്ക് വെച്ചുണ്ടാക്കുന്നത്. കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക. ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കേട്ടില്ലേ? ഇത് വളച്ചു തിരിച്ചൊടിക്കുന്നത് ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നതാണ് ഇതൊക്കെ. ഹൻസിബയോട് 2 മണി വരെ റൂമിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം ലക്ഷ്മിക്കുട്ടി എവിടെയോ കുളിച്ചു മാറ്റിപ്പോയി. അവരുടെ റൂമിൽ ആരോ 2 മണിക്ക് ശേഷം വന്നു. അവരോടുമായിട്ട് ഇടപഴകി സംസാരിച്ചു. എന്തൊക്കെ ഇല്ലാ കഥകളായിരിക്കില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഹൻസിബ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ഒരാളോട് സംസാരിച്ചു, അവരുടെ കൂടെ സമയം ചെലവഴിച്ചു എന്ന് വിചാരിച്ച എന്താണ് കുഴപ്പം? ഈ സ്ത്രീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് നൂറ്റാണ്ടിലെ ഈ സ്ത്രീയൊക്കെ ഇപ്പോഴും? ഇതുവരെ വണ്ടി കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. ഇവരെപ്പോലുള്ള കുലസ്ത്രീകളാണ് ഇനി മുമ്പോട്ടുള്ള തലമുറകളെ കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്ന കേട്ടില്ലേ, ആങ്ങള പെങ്ങൾ ബന്ധം പോലും തെറ്റാണ് പോലും. പിന്നെ എന്താണ് ഇവരോട് പറയേണ്ടത്? ഇത്രയും ദുഷിച്ച മനസ്സുമായിട്ട് നടക്കുന്നവരോടൊക്കെ എന്താ പറയുക? ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കേണ്ട ആവശ്യം? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരുടെ റൂമിൽ ആരൊക്കെ വരണം, ആര് പോകണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ? എന്തിനാണ് ഇവരതിൽ ഏർപ്പെടേണ്ട ആവശ്യം? ആധാർ വേണം, ആധാരം വേണം, ID കാർഡ് വേണം, ഇതൊക്കെ ഇവർ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഒരാൾ വരുന്നു, 4 മണിക്ക് ഒരാൾ വരുന്നു, എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് നേരം ഹൻസിബേനെ ഫോണിൽ വിളിക്കുന്നു, ഹൻസിബ ഡോറ് തുറക്കുന്നില്ല. അതിനുശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഡോറ് തുറന്നത്. നിങ്ങൾക്കും ഇല്ലൊരു പെൺകുട്ടി?
നിങ്ങളെ പെൺകുട്ടിക്കാണ്, നിങ്ങളുടെ മകൾക്കാണ് ഇതുപോലെ അവസ്ഥ വരുന്നെങ്കിലോ അത് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അമ്മയെ അസോസിയേഷനിൽ നിന്നൊക്കെ പുറത്തായല്ലോ, അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാമല്ലോ. നിങ്ങൾ വലിയ പ്രസംഗിക്കൊന്നും വേണ്ട. നിങ്ങളെ തനി സ്വഭാവം എന്താണെന്ന് ബിഗ് ബോസിൽ പോയതോടുകൂടി മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പിന്നെ നിങ്ങൾ ഘോര ഞാൻ മദ്യപിക്കില്ല, അതാണ്, ആനയാണ്, ചക്കയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മദ്യം കഴിക്കില്ലെങ്കിൽ എന്തിനാണ് ഹൻസിബയ്ക്ക് ഇത് വാങ്ങിക്കൊടുത്തത്? നിങ്ങൾ മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഇത് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ മനസ്സിലാക്കിയ ഒരു മലയാളിയും നിങ്ങൾ ഈ പരദൂഷണ കഥ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. എന്തിനാണ് ബാക്കിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്?